ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമുക്കും സുഖം തന്നെ. പിന്നീട് ഇപ്പോൾ ഉപ്പയും ഉമ്മയുണ്ട്, പിച്ചുണ്ട്. അങ്ങനെ നമ്മളെ വീട്ടിൽ എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ ആഹ്, ഇന്ന് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാ അല്ലെങ്കിൽ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള വിശേഷങ്ങൾ എങ്ങനെ കറക്റ്റായിട്ട് കാണിക്കുന്നയോ അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഒരു വ്ളോഗാണ്. ഇതിൽ കുറേ വിശേഷങ്ങൾ ഞാൻ ഷെയർ ആക്കുന്നുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ ഒന്നും വീഡിയോ ഇപ്പം എടുക്കലില്ല കേട്ടോ. പിന്നെ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് ഫുഡെല്ലാം അധികം ഉമ്മ തന്നെ ഉണ്ടാക്കൽ. പിന്നെ നമ്മളധികം പുറത്ത് പോകലും പിന്നെ കുറേ സമയം അങ്ങനെയുള്ള സമയം പോകും. അതുകൊണ്ട് അങ്ങനെ കറക്റ്റായിട്ട് രാവിലെ തൊട്ട് രാത്രി വരെയുള്ള വ്ളോഗൊന്നും എടുക്കാൻ എനിക്കിപ്പോൾ പറ്റലില്ല. പിന്നെ ഇതിപ്പോൾ ഇവർ കപ്പ് നൂഡിൽസ് ആക്കുന്ന സമയത്ത് ഞാനങ്ങനെ വ്ളോഗ് ഷൂട്ട് ചെയ്ത് തുടങ്ങിയതാണ്. ആലു നോക്കറ ആലുവിന് നൂഡിൽസ് കണ്ടാലില്ലേ 2 ദിവസമായിട്ട് ഓള് ഒരു ഫുഡും കഴിച്ചിട്ടില്ല. അങ്ങനത്തെ കളിയോള് കളിക്കുക. നൂഡിൽസ് എന്ന് പറഞ്ഞാൽ എന്തോ ഇഷ്ടം. പക്ഷേങ്കിൽ ഞാൻ എപ്പോഴും കൊടുക്കൂല. അതാണ് ഇങ്ങനെ ഭയങ്കര ആക്രാന്തം എന്ന് പറയില്ലേ അങ്ങനത്തെ അവസ്ഥയാണ്. കാരണം നമ്മൾ ഓരോ വീഡിയോസ് കാണുമ്പോൾ നൂഡിൽസ് ഒരിക്കലും കൊടുക്കണ്ടെന്ന് വിചാരിക്കും. പക്ഷേങ്കിൽ എന്നാലും ഇടയ്ക്ക് ഞാൻ വാങ്ങി വെച്ചിട്ട് കൊടുക്കും കേട്ടോ. അതാ ഇവർക്കിൽ ഇങ്ങനെ സന്തോഷം വരിക എപ്പോഴെങ്കിലും കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ നൂഡിൽസ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേറൊരു റെസിപ്പി കാണിച്ചു തരാം. ഇത് ഞാനല്ല ഉണ്ടാക്കുന്നത്, ഉപ്പയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇല്ലേ, ഇതിപ്പോൾ ഉണ്ടാക്കുന്ന ട്യൂണയില്ലേ, നമ്മളെ ടിൻഡ് ട്യൂണ അതാണ്. പിന്നെ കുറേ ആൾ എന്നോട് ചോദിക്കലുണ്ട് എന്താണ് പണ്ട് മുതലേ ഉള്ള വ്ളോഗിൽ ഉപ്പാനെ എന്താ ഉപ്പാന്ന് വിളിക്കാത്തത്, ഉമ്മാനെ എന്താ ഉമ്മാന്ന് വിളിക്കാത്തത് എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇതുവരെ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നതെന്നല്ലാണ്ട് ഉപ്പ ഉമ്മാന്ന് ഞാൻ ഇതുവരെ ഇവരെ വിളിച്ചിട്ടില്ല. കാരണം വേറൊന്നുമല്ല, ഇവരെൻ്റെ ശരിക്കും ഉപ്പയുമ്മയും തന്നെയാണ്. പിന്നെ ഇക്കാൻ്റെ ഉപ്പയുമ്മയാണോന്നും ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു പുതിയ ഫോളോവേഴ്സ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവാന്ന്. ഇവർ എൻ്റെ റിയൽ ഉപ്പയുമ്മ തന്നെയാണ്. പക്ഷെ ഞാനങ്ങനെ പേര് വിളിക്കാത്ത എന്താണെന്നറിയാം, ചെറുപ്പം മുതലേ ഞാൻ അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത്. ചെറുപ്പം മുതലെന്ന് പറഞ്ഞാൽ എൻ്റെ ഇത്താത്തയും എൻ്റെ ഇക്കാക്കയും ഇവരെ ഇങ്ങനെ തന്നെയാണ് വിളിക്കൽ. ഉപ്പ ഉമ്മാന്ന് ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പോൾ അവരങ്ങനെ വിളിക്കുന്നത് കേട്ടിട്ട് പിന്നെ അങ്കും അങ്ങനെ ശീലമായി. നമ്മൾ മൂത്തവർ വിളിക്കുന്ന പോലെ തന്നെയല്ലേ നമ്മൾ വിളിക്കുക. അപ്പോൾ അവരെങ്ങനെ അങ്ങനെ വിളിക്കാൻ പഠിച്ചതെന്നറിയാം, നമ്മൾ കസിൻസ് ഉണ്ടാവില്ലേ, മൂത്ത കസിൻസ് എല്ലാം ചെറുതിലേ ഇവരെ ഇപ്പോൾ ആപ്പ എന്നെല്ലാം വിളിക്കുന്നത് കേട്ടിട്ട്, ആപ്പ എന്ന് പറഞ്ഞാൽ ഉപ്പാൻ്റെയോ ഉമ്മാൻ്റെയോ ബ്രദേഴ്സിനെ അല്ലെങ്കിൽ ഇപ്പോൾ ഉമ്മാൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിനെ എല്ലാം നമ്മളെ കണ്ണൂർ ഭാഗത്ത് ആപ്പ എന്നാണ് വിളിക്കുക. അന്നേരം അങ്ങനെ കസിൻസ് വിളിക്കുന്ന കേട്ടിട്ടാണ് എൻ്റെ ഇക്കാക്ക അങ്ങനെ വിളിച്ചു തുടങ്ങിയത് ചെറുതിൽ. പിന്നെ ബാക്കിയുള്ള മക്കളെല്ലാം അങ്ങനെ തന്നെ വിളിച്ചു തുടങ്ങി. ആരും ഉപ്പ ഉമ്മ എന്ന് വിളിക്കലില്ല. അപ്പോൾ അതാണ് സംഭവം. ഞാനെപ്പോഴും ഇത് പറയണമെന്ന് വിചാരിക്കേ, പിന്നെ അങ്ങ് വിട്ടുപോകുന്നയാ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ സംഭവം. പിന്നെ ഇവർ ഇതുവരെ അങ്ങനെ ഉപ്പ ഉമ്മ എന്ന് വിളിക്കുക നമ്മളോട് പറഞ്ഞിട്ടുമില്ല. പിന്നെ അതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ ശീലമായി. ഇങ്ങനെ കുറേ ആളുണ്ട്, ഇങ്ങനെ ചെറിയ പേരെല്ലാം വിളിക്കുന്ന കുറേ ആളില്ലേ, എനിക്ക് തന്നെ കുറേ ആളറിയാം. പക്ഷെങ്കിൽ മക്കളില്ലേ, നമ്മളെല്ലാം മക്കൾ ഉപ്പാപ്പ ഉമ്മാമ്മ എന്നെല്ലാം വിളിക്കും. അപ്പം അങ്ങനെ പിന്നെ ഉപ്പ ഇപ്പോൾ ഉണ്ടാക്കുന്നില്ലേ, ഞാനിപ്പോൾ വീഡിയോയിലായതുകൊണ്ട് ഇങ്ങനെ പറയുന്നത്, അല്ലാണ്ട് ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. ട്യൂണയാണ്, ടിൻഡ് ട്യൂണയില്ലേ, അത് നോർമലി ഞാനെല്ലാം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കുന്നത്. പണ്ടിപ്പോൾ ഗൾഫിലായ സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കലെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി വേണ്ട കേട്ടോ, പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് വാട്ടുക. എന്നിട്ട് കുറച്ച് മുളക് പൊടി മാത്രം മതിയേ, ഭയങ്കര കുറച്ച് മതി. മഞ്ഞൾ പൊടിയും പിന്നെ ട്യൂണയും ഇട്ട് കൊടുക്കാം. ഇത് വെള്ളത്തിലുള്ള ട്യൂണയാണ്. ഓയിലുള്ളതാണെങ്കിൽ ഓയിൽ കളഞ്ഞിട്ട് ഇട്ടാൽ മതി. ഞാൻ വെള്ളത്തിലുള്ളത് അധികം വാങ്ങലേ, സോളിഡാണ് വാങ്ങൽ. പിന്നെ അങ്ങനെ ഇത് നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഉമ്മാക്കൊന്നും ഇതിൻ്റെ മണം കേൾക്കുന്നതന്നെ ഇഷ്ടമില്ല. ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലർക്ക് തീരെ ഇഷ്ടം ഉണ്ടാവില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ടിന്ന് തുറന്നിട്ട് തന്നെ അങ്ങനെ തിന്നാൻ തന്നെ ഓൾറെഡി കുക്ക്ഡായിട്ട് വരുന്നത് തന്നെയാണ്. നല്ല ടേസ്റ്റാണ്. എന്നിട്ട് അതിൽ ബ്രെഡ്, ഇങ്ങനെ ചെറിയ കുബൂസിൻ്റെ ടേസ്റ്റുള്ളൊരു ബ്രെഡാണ് ഇത്, അതാണ് വെച്ച് കൊടുത്തിന്. അതും കൂടി സോഫ്റ്റ് ആയാൽ ഇത് എന്തൊക്കെ കൂട്ടി തിന്നാനും നല്ല ടേസ്റ്റ്. ഞാൻ ചപ്പാത്തിൻ്റെ ഒക്കെ അധികം ആക്കലുണ്ട്. പിന്നെ പച്ചമുളകിൻ്റെ എരിവാണ് ഇതിൽ ടേസ്റ്റ്. മുളക് പൊടി കുറച്ച് ഇടാവേ, പച്ചമുളക് കുറച്ച് അധികം ഇട്ടാൽ മതി. ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് വേറെ പല ടൈപ്പിലുണ്ടാക്കും, പക്ഷേ ഇതാണ് ഞാൻ നോർമൽ ഉണ്ടാക്കുന്ന സ്റ്റൈല്. ഹൗസ് വൈഫാണ്, ഇത്ര കാലം ഒന്നും ജോലി ചെയ്തിട്ടില്ല. പക്ഷെങ്കിൽ ഇനി എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ 10ാം ക്ലാസ് SSLC ഓർ +2 സർട്ടിഫിക്കറ്റുകളിലില്ല. അതുണ്ടെങ്കിൽ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു ഇങ്ങനത്തെ സിറ്റുവേഷനിലാണെങ്കിൽ. പിന്നെ നിങ്ങളെ കുട്ടികൾക്ക് സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ളൊരു ചാൻസ്.
അതും ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്ന 100 ആൾക്ക് മാത്രമാണ്. ക്ലാസ് ഇഷ്ടമായിട്ടില്ലെങ്കിൽ 10 ദിവസം കൊണ്ട് നിങ്ങളെ ഫീ റീഫണ്ട് ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞില്ല, നിങ്ങളിപ്പോൾ ഹൗസ് വൈഫ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിക്ക് അപ്ലൈ ആക്കുമ്പോൾ ഒന്നുകിൽ 10th സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ +2 സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയില്ലേ. അപ്പോൾ നിങ്ങളത് പഠിച്ചിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് ഇനിയും അത് പഠിക്കാനുള്ള ചാൻസ് ഉണ്ട്, പഠിച്ച സർട്ടിഫിക്കറ്റോട് കൂടി പാസ്സാവാനുള്ള ചാൻസ്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടാനോ ഹെൽപ്പ് ആവില്ലേ. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ച സർട്ടിഫിക്കറ്റോടുകൂടി പാസ്സാവാം. അപ്പോൾ അങ്ങനെ ഒരു കോഴ്സും കൂടി ആൽബിഡോ അവരെ കോഴ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ കുട്ടികൾക്ക് സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള ചാൻസ് എന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിലൊരു ലിങ്ക് കൊടുക്കും. ആ ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 ആൾക്കാണ്, 100 സ്റ്റുഡൻസിനാണ് ഈ ഒരു ചാൻസ് ഇട്ടാ. ഞാനിതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. എൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതേപോലെ രജിസ്ട്രേഷൻ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ടച്ച് ചെയ്യുമ്പോൾ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നൊരു ഇൻ്റർഫേസ് കാണാം. ഇതിൽ ആദ്യം ഇമെയിൽ ചോദിക്കും, പിന്നെ കുട്ടീൻ്റെ പേര്, സ്റ്റുഡൻറ്റിൻ്റെ പേര്, കോൺടാക്റ്റ് നമ്പർ, വാട്സാപ്പ് നമ്പർ, പിന്നെ ക്ലാസ്, സിലബസ്, ഇതെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ പ്ലേസും, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ലിങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. ലിങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ അറിയാത്ത കുറേ ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ചാൻസ് മിസ്സാക്കേണ്ട കേട്ടോ. 3, 4, 5 വയസ്സുള്ള കുട്ടികളെ പാരൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗൾഫ് കൺട്രിയിലാണെങ്കിൽ അടുത്ത് സ്കൂളില്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഫീ എല്ലാം കാരണം കൊണ്ട് സ്കൂളിൽ ജോയിൻ ചെയ്യിപ്പിക്കാത്തവരുണ്ടാവും, അല്ലെങ്കിൽ കുട്ടികളെ മടി കൊണ്ട് അയക്കാത്തവർ വരെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു വർഷം ഇപ്പോൾ LKG സ്കിപ്പ് ചെയ്ത് UKGയിലോട്ട് പോകുകയാണെങ്കിൽ LKG പഠിച്ച കുട്ടികളൊക്കെയാണ് നിങ്ങളെ കുട്ടികൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരുടെ കൂടെയാണ് ഇരുന്നിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ അത് കുട്ടികൾക്ക് ഭയങ്കര ഒരു പ്രശ്നമായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് LKGയിലോട്ട് അല്ലെങ്കിൽ KG1 ചേർക്കേണ്ട, നെക്സ്റ്റ് ഇയർ ചേർക്കാമെന്നെല്ലാം വിചാരിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു മോശമായിരിക്കും കേട്ടോ അത്. അവർ തന്നെ നല്ലോണം ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൽബിഡോ ജൂനിയർ അല്ലെങ്കിൽ കിൻഡർഗാർട്ടൻ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യിപ്പിക്കുക. അവർ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. ശരിക്കും കുട്ടികൾക്കൊരു കാർട്ടൂണെല്ലാം കണ്ടിരിക്കുന്ന പോലെ അത്രയും സിമ്പിളായിട്ട് അവരെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് പറയാനുള്ള വലിയ കുട്ടികളുടെ കാര്യം, IGCSE എക്സാമിനെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന കുറേ കുട്ടികളുണ്ട്. അവരെ സിലബസിലും അല്ലെങ്കിൽ എക്സാമിൻ്റെ മെത്തേഡിലും എല്ലാം ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. അവർക്കെല്ലാം നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പോഴേ അവർക്ക് ഒരു ആൽബിഡോൻ്റെ ട്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ എക്സാം ഭയങ്കര സിമ്പിളായിട്ട് അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, നല്ല റിസൾട്ടും ഉണ്ടാവും. ആൽബിഡോയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, സബ്ജക്റ്റ് ആയാലും ലാംഗ്വേജ് ആയാലും അല്ലെങ്കിൽ മുഴുവനായിട്ടാണെങ്കിലും എല്ലാം അവർ ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1-to-1 ആയിരിക്കും, ഇൻഡിവിജ്വൽ ട്യൂഷൻസ് ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് അല്ലെങ്കിൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് ട്യൂഷൻസ് അറ്റൻഡ് ചെയ്യാം. പിന്നെ പ്രത്യേകം പറയാനുള്ള, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 10 ദിവസത്തിനുള്ളിൽ ഇവരെ ക്ലാസ്സസ് ഇഷ്ടപ്പെട്ടിട്ടില്ല, എഫക്റ്റീവ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ റീഫണ്ട് ചെയ്യും. പിന്നില്ലേ, അപ്പോൾ ആൽബിഡോൻ്റെ കോൺടാക്റ്റ് നമ്പറും പിന്നെ രജിസ്ട്രേഷൻ ലിങ്കും നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കാണുന്ന നമ്മൾ മസ്കറ്റ് കോർണിഷിലേക്ക് പോയിട്ടുണ്ടേനെ. ഇപ്പോൾ അത് കോർണിഷ് ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടേനു. പണ്ട് കുറേ വർഷം മുന്നേ പോയതല്ലേ, അപ്പോൾ അതെങ്ങനെയാണ് എന്ന് നോക്കാൻ വേണ്ടിയായിരിക്കും അങ്ങനെ നമ്മളൊരു ദിവസം പോയതാണ്. നമുക്ക് മസ്കറ്റിലേക്ക് പോകാൻ കുറേ ദൂരമുള്ളതുകൊണ്ട് നമുക്ക് എന്തോ വലിയ ടാസ്ക് പോലെയാണ്. പക്ഷെങ്കിൽ ഇവർ വന്നുകൊണ്ട് ഇവർക്ക് പിന്നെ കാണിച്ചു കൊടുക്കുകയും ചെയ്യണമല്ലോ, അങ്ങനെ നമ്മൾ പോയതാണ്. പിന്നെ അങ്ങനെ നമ്മൾ ബീച്ചിൽ പോയി കുറച്ച് സമയം അവിടെ നിന്ന്, അങ്ങനെ വേറെ കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ റെസ്റ്റോറൻറ്റിലെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറേ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഞാൻ ഇന്ന് വ്ളോഗ് ഷൂട്ട് ചെയ്യണമെന്നൊന്നും വിചാരിച്ചില്ലേനെ. പിന്നെ അവിടെ പോയി നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു അവിടെ നിൽക്കാൻ. എന്താ പറയുക, നല്ല രസമല്ലേ ആ കോർണിഷ് സൈഡിലുള്ള ആ ഒരു വൈബ്, നല്ല രസമല്ലേ. അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസെല്ലാം എടുത്ത് ഫോട്ടോസെല്ലാം എടുത്ത്, കുറേ ഫോട്ടോസെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫോണെല്ലാം ഇപ്പം ഫുള്ളായി. ഞാൻ കുറേ ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്താൽ ഞാൻ വിചാരിക്കും ഡിലീറ്റ് ചെയ്യണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് കാണാൻ നല്ല രസം ഉണ്ടാവില്ലേ എന്നെല്ലാം വിചാരിക്കുവേ. അങ്ങനെ പഴയ കുറേ വീഡിയോസെല്ലാം ഉണ്ട്. എൻ്റെ ഫോൺ 1 TB ആണ്, എന്നിട്ട് വരെ ഇപ്പോൾ ഫുള്ളാവാൻ തുടങ്ങി. 2 TB വാങ്ങേണ്ടി വരും. ഞാൻ ആദ്യം 1 TB വാങ്ങുമ്പോൾ ഒരിക്കലും ഇത് ഫുള്ളാവില്ല എന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെങ്കിൽ അതും ഫുള്ളാവാൻ തുടങ്ങി. പിന്നെ ഞാൻ കുറേ മുന്നേ എടുത്ത് വെച്ചെല്ലാം കുറേ ഡിലീറ്റ് ചെയ്യും. പിന്നെ വ്ളോഗിൻ്റെ സീനെല്ലാം ഞാൻ വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നതെല്ലാം അപ്പം തന്നെ ഡിലീറ്റ് ആക്കുവേ. അതൊന്നും ഞാൻ അങ്ങനെ വെക്കലൊന്നുമില്ല. പക്ഷെങ്കിൽ ഇങ്ങനെ കുറച്ച് വീഡിയോസെല്ലാം പ്രത്യേകിച്ച് കുട്ടികളെല്ലാം ആണെങ്കിൽ അങ്ങനെ കീപ്പ് ചെയ്യാൻ തോന്നും.
ഇരുകൊല്ലത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. കടലിന്റെ ഇങ്ങനെ തന്നെ ഇതുപോലെ തന്നെ കടലിൽ വെള്ളത്തിനൊരു മാറ്റമില്ല. ഇത് മാത്രം ഉണ്ട്. ആദ്യമേ പണ്ടേ ഉള്ളതാണ്. ഫോർട്ട് പഴയതന്നെ പണ്ടേ ഉള്ളത്. അത് എത്രയോ കൊല്ലം. അത് ഹിസ്റ്റോറിക്കൽ അല്ലേ? മുമ്പത്തെ റിയാലിന്റെ മുകളിൽ ഈ ഫോട്ടോ എപ്പോഴും ഉണ്ടാവും. ഫോർട്ടാ? ഈ ഫോർട്ടാ? നമ്മൾ വൈകുന്നേരം പോയിട്ട് മഗ്രിബ് വാങ്ങി കൊടുക്കുന്ന ആ ടൈം വരെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ തന്നെ നിസ്കരിച്ച് പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഇടുന്ന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ തിരിച്ച് പോവാട്ടോ. പിന്നെ ഉപ്പയും പിച്ചും ഉമ്മ ഇവിടെ ഉണ്ടായതല്ലേ, ഉപ്പയും പിച്ചും കൂടി വന്നേരം കുറേ കമൻസ് ഞാൻ കണ്ടിട്ട് ഇത്താത്തനെയും കൂടി കൂട്ടേനു എന്നെല്ലാം. ഇത്താത്താനോട് വരുന്നതെന്നെല്ലാം ചോദിച്ചിന്, ഓള് വരാഞ്ഞിട്ടാണ്. പിന്നെ പിച്ചു ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഇത്താത്താക്കും എല്ലാം വിസ എടുക്കണം കേട്ടോ. ഇത്താത്താക്ക് വിസ എടുത്തിട്ട് തന്നെ വിസയിൽ എടുത്തിട്ടുണ്ടേനു, പക്ഷെങ്കിൽ പിന്നെ ഓള് വരാത്തതുകൊണ്ടാണ് ഓള് വന്നിട്ടില്ല. അപ്പം അങ്ങനെ ഞാൻ കമൻസ് കണ്ടുകൊണ്ടാണ് റിപ്ലൈ ചെയ്തേട്ടാ. ഓളും കൂടി ഉണ്ടെങ്കിൽ നല്ല ആവുമെന്നെല്ലാം കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ ഇനിയിപ്പോൾ ഇവരില്ലേ അബായെല്ലാം വെറുതെ നോക്കിയതാണ്, ഉമ്മ ഒന്നും എടുത്തിട്ടില്ല. ഉമ്മ ഇങ്ങനെ അബായെല്ലാം കാണുമ്പോൾ നോക്കുവേ, ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ ഇവർക്ക് പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. വന്നിട്ട് ഇതിപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കുന്നവർ വന്നിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞേരമുള്ള വീഡിയോ ആണ് കേട്ടോ ഇതെല്ലാം. പിന്നെ പിച്ചുവിന് കുറച്ച് ടീഷർട്ട് എടുത്തിന് ഞാൻ, ഒരു 2-3 ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത് മസ്കറ്റ് നെസ്റ്റോലേനു കയറിയിട്ടുണ്ടായിരുന്നു, റൂവിയിലുള്ള. അവിടെ ഭയങ്കര തിരക്കേനു. എന്നിട്ട് നമ്മൾ വേഗം ഇറങ്ങിയിട്ടാ, ഡ്രസ്സിൻ്റെ സെക്ഷനിൽ മാത്രമേ നോക്കിയിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ അവിടുന്ന് വേഗം ഇങ്ങോട്ടേക്ക് വന്ന്. പിന്നെ ഇവർക്കിനി പോകുന്ന ഷോപ്പിംഗ് എല്ലാം കുറച്ച് ബാക്കിയുണ്ട്, അത് നമ്മൾ ബുറൈമിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചേ. പിന്നെ വേറെ വേഗം നേരെല്ലാം കൂടുന്നുണ്ടായിരുന്നു ഇവരുള്ളതുകൊണ്ടില്ലേ. എൻ്റെ നോർമൽ എൻ്റെ ആ ഒരു ടൈം ടേബിളില്ലേ അതെല്ലാം മാറി. പിന്നെ കംപ്ലീറ്റ് വേറെ ആയ. ഞാൻ പിന്നെ ഒന്നും കിച്ചണൊന്നും നോക്കലില്ല, വേറെ ഒന്നും നോക്കലില്ല. സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ എന്നാ വാങ്ങണ്ടേന്ന് ഞാൻ നോക്കലില്ല. മൊത്തത്തിൽ ഞാനൊന്നും നോക്കലില്ലേനു. പിന്നെ പക്ഷേ വേഗം നേരം കൂടലും അങ്ങനെ ലൈറ്റ് വേറെ തന്നെയായിരുന്നു. ഞാനൊരിക്കലും ഇങ്ങനെ ഗൾഫിൽ വന്നിട്ട് ഇങ്ങനെ ഒരു എല്ലാവരും കൂടി ഒരുമിച്ചിടെ ഉണ്ടായിട്ടില്ലല്ലോ. നല്ല രസമായിരുന്നു. കൊളംബിയ ഹോസ്പിറ്റല്, ആലു ഹോസ്പിറ്റല്, ആംബുലൻസ്, ജർമ്മനിയാ, ഡെൻമാർക്ക്, ആ കാക്കയുള്ള ഫ്ലാഗ്, ഇനിയിപ്പോൾ ഞാനില്ലേ പിസ്സ ഉണ്ടാക്കലാണ്. ഇത് വേറൊരു ദിവസമാണ്, ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ ഒരു ഡേ ഫുൾ ഷൂട്ട് ചെയ്ത വീഡിയോ ഒന്നുമല്ല. ഇത് പിസ്സ എന്ന് പറഞ്ഞാൽ ഇത്രയും തട്ടിക്കൂട്ടൊരു പിസ്സ നിങ്ങൾ വേറെ കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ ഇല്ലേ വേറൊരു കാര്യം എന്താണെന്നറിയാം, ചില റെസിപ്പീസ് എല്ലാം നമ്മൾ കറക്റ്റ് ഇൻഗ്രീഡിയൻസും കറക്റ്റ് മെഷർമെൻറ്റ്സും എല്ലാം നോക്കി ചെയ്താലേ ടേസ്റ്റ് കിട്ടും. പക്ഷേ പിസ്സ അങ്ങനെയല്ല, നമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കിയാലും ഒരു ടേസ്റ്റ് വരും, പക്ഷെ പെർഫെക്റ്റ് ആയിരിക്കില്ല. എന്നാലും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ല. നമ്മൾ ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവും, പിന്നെ വെറുതെ ചപ്പാത്തിൻ്റെ മേലെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല രസമല്ലേ? എനിക്ക് അങ്ങനെ തോന്നലുണ്ട്. പിസ്സ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇന്ന് എടുത്തണില്ലേ മറ്റേ പിസ്സേൻ്റെ ബേസ് റെഡിമെയ്ഡ് വാങ്ങിയതാണ് എടുത്തിന്. എന്നിട്ട് അതിൽ ടൊമാറ്റോ കെച്ചപ്പും പിന്നെ കുറച്ച് ഒറിഗാനോ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട്
താഴെ തേച്ച് കൊടുത്തേ. എന്നിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുത്ത്. പിന്നെ അതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് ഞാനിപ്പോൾ എടുത്തത് ഉള്ളിയും പിന്നെ സോസേജും മാത്രമാണ്, വേറെ ഒന്നുമില്ല, ക്യാപ്സിക്കം ഒന്നുമില്ല. പിന്നെ സോസ് ടൊമാറ്റോ സോസ് ഇത് കുറച്ച് മധുരമുള്ള ടൈപ്പാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ തക്കാളി പിന്നെയും എടുത്തിട്ടില്ല. പിന്നെ എന്നിട്ട് അതിൻ്റെ മേലേക്ക് ആദ്യം കുറച്ച് ചീസ് ഇട്ടിട്ട് ഉള്ളിയും സോസേജ് ഞാൻ വേറെ ഫ്രൈ ആക്കിയിട്ടില്ല. ഞാൻ ചില സമയത്ത് വേറെ തന്നെ ഫ്രൈ ആക്കിയിട്ടിൻ്റെ മേലെ വെക്കും, പക്ഷേ ഇന്നങ്ങനെ വെക്കുന്നില്ല. കാരണം ഞാൻ എയർ ഫ്രയറിലാണ് വെക്കുന്നത്, പാനിലല്ലല്ലോ. അപ്പോൾ മേലെ നിന്ന് ചൂട് വരും, അപ്പോൾ അതുകൊണ്ട് മേലെ നിന്ന് കുക്കായിക്കോളും. അപ്പോൾ ആദ്യം കുറച്ച് സമയം അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഞാൻ ടോട്ടൽ 20 മിനിറ്റ്സ് 200 ഡിഗ്രിയിലാണ് വെച്ചത്. പക്ഷേ എങ്കിൽ ഒരു 4 മിനിറ്റ് ആകുമ്പം തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 16 മിനിറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ ഒരു 3-4 മിനിറ്റ് കൊണ്ട് ആ ഒരു സോസേജ് ഒന്ന് കുക്കായിട്ടുണ്ടാവും. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ചീസ് ഇട്ട് കൊടുക്കുക. പിസ്സ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം തന്നെ ചീസെല്ലാം ഇട്ട് ഉണ്ടാക്കിയാൽ തന്നെ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഞാൻ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ സാധാ പച്ചമുളകില്ലേ അതും കൂടി വെച്ച് കൊടുത്തേ, പിന്നെ ഒന്ന് കളർഫുള്ളും ആവുമല്ലോ. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത്. എന്നിട്ട് പിന്നെയും ഒരു 5-6 മിനിറ്റ് വെച്ചാൽ മതി, ഒരു 4-5 മിനിറ്റ് വെച്ചാൽ മതി. പിസ്സ റെഡിയായി. ഞാൻ ഒന്നും കൂടി റെഡിയാക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ റെഡിമെയ്ഡ് ബ്രെഡ് എൻ്റെ ഉമ്മക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വാങ്ങി നാട്ടിൽ കൊണ്ടുപോകണമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ കൊണ്ടുപോയിട്ടില്ല. ഇത് നാട്ടിലുണ്ടാവും, പക്ഷേങ്കിൽ ഉമ്മക്ക് എനിക്കറിയില്ല എവിടെയാണ് നാട്ടിൽ കിട്ടുകയെന്ന്. ചപ്പാത്തിയും കുബൂസെല്ലാം കിട്ടും, പക്ഷേ ഇങ്ങനെ ഇത് ബേസ് എവിടെയാണ് കിട്ടുകയെന്ന് എനിക്കറിയില്ല. പിന്നെ നിങ്ങൾ ഈ വ്ളോഗ് കാണുന്ന സമയത്ത് തന്നെ അവർ തിരിച്ച് നാട്ടിൽ പോയിട്ടാ. ഇൻഷാ അല്ലാഹ് പോകുന്ന വ്ളോഗെല്ലാം ഞാൻ അപ്ലോഡ് ആക്കാം. ടോട്ടൽ അവർ 11 ദിവസമാണ് ഉപ്പയും പിച്ചും 11-12 ദിവസം മാത്രമേ നിന്നിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് വന്നേനു, പിന്നെ നമ്മളങ്ങനെ നീട്ടി കൊണ്ടുപോയി. അങ്ങനെ സൂപ്പർ. ചെറിയ മധുരം ഉണ്ടല്ലോ. കെച്ചപ്പിൻ്റെ മധുരമായിരിക്കും, അങ്ങനെയൊന്നും പറയരുത്. കെച്ചപ്പ് കുറച്ച് മധുരം കൂടുതലാണ്. ഇനിയിപ്പോൾ നമ്മൾ ഷോപ്പിംഗ് കാണാം. നാട്ടിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെന്താ സംഭവം എന്നറിയാം, ഞാൻ ട്രെൻഡ്യോളിൽ നിന്ന് വാങ്ങിയ കുറേ കുക്ക്വെയർ സെറ്റെല്ലാം ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ അവർ നാട്ടിൽ കൊണ്ടുപോകുന്നുണ്ട്. അതാണ് മെയിനായിട്ട്. പിന്നെ എൻ്റെ വീട്ടിലേക്കും എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ടും ഞാൻ ഇൻഷാ അല്ലാഹ് നമ്മൾ പുതിയ എടുക്കുന്ന വീട്ടിലേക്കും എല്ലാം വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതന്നെ കുറേ ഉണ്ട്. അതുകൊണ്ട് ഉമ്മാക്ക് വേറെ പാനോ ഫ്രൈ പാന് അല്ലെങ്കിൽ പോട്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങേണ്ടി വന്നിട്ടില്ല. പിന്നെ നമ്മൾ ലുലു ലോട്ടിൽ വന്നിട്ട് ഞാൻ ഇങ്ങനത്തെ പാത്രങ്ങൾ കുറച്ച് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മയും ഞാനും നമുക്ക് രണ്ടാൾക്കും 2 ടേസ്റ്റാണ്. അങ്ങനെ നമുക്ക് ഏതാ എടുക്കേണ്ടതെന്ന് കൺഫ്യൂഷനാണ്. ഞാൻ ആദ്യം കളർഫുൾ ആയിട്ടുള്ള എല്ലാം കാണിച്ചു കൊടുത്തു, പക്ഷേ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഉള്ളിൽ പ്ലെയിൻ ആയിട്ട് വരുന്ന തന്നെ 2 ടൈപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ റെഡാണ് എടുത്തത്. പിന്നെ ഇല്ലേ, നാട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങി കൊടുത്തയക്കണം എന്നുള്ള ആകെ ഉള്ളത് ഇക്കാക്കാൻ്റെ മക്കളാണ്. അവരല്ലേ എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുമോ. അങ്ങനെ പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് ആരായാലും ഗൾഫിൽ നിന്നെല്ലാം വരുന്നതെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചോക്ലേറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലോ. അത് മാത്രമല്ല കുട്ടികൾക്കല്ലേ നമുക്ക് എന്തും കൊടുക്കാൻ ഇഷ്ടമുണ്ടാവുക. അതുകൊണ്ട് ഞാൻ ഉമ്മാൻ്റെ അടുത്ത് ഇക്കാക്കാൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനത്തെ ഹെയർ ആക്സസറീസും പിന്നെ ഡ്രസ്സും എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കാര്യമായിട്ട് ഷോപ്പിംഗ് ഉണ്ടായിന്. അങ്ങനെ നമ്മൾ കുറേ നോക്കീന്. പിന്നെ ഡ്രസ്സിന് വേണ്ടിയിട്ട് കാര്യം എന്താണെന്നറിയാം, ഡ്രസ്സിൻ്റെ കാര്യത്തിലും ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട വേറെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറെ അങ്ങനെയാണ്. പിന്നെ തലയിൽ വെക്കുന്നതെല്ലാം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പോലെയാണ് വാങ്ങിനെ. പിന്നെ ഉമ്മാക്ക് ചെരുപ്പ് നോക്കി, പക്ഷെങ്കിൽ ചെരുപ്പും ഉമ്മാക്ക് പറ്റിയൊന്നും പിടിച്ചൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ എന്താ പറയുക, വേഗം ഒന്നും സെറ്റാവാത്ത ഒരാളാണ് എൻ്റെ ഉമ്മ. കുറേ നോക്കും പക്ഷേ ഇഷ്ടാവില്ല. ആദ്യം പിന്നെ അതിൻ്റെ റേറ്റ് നോക്കും, റേറ്റ് കൂടുതലാണെങ്കിൽ പിന്നെ വാങ്ങുകയില്ല. പിന്നെ വേറെ എന്നാ, പിന്നെ ഇല്ലേ, ഞാൻ ഇക്കാക്കാൻ്റെ 2 പെൺമക്കളില്ലേ, നിങ്ങൾ അധികം വ്ളോഗിൽ കാണലില്ലേ, അവർക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് നോക്കലേനെ. ഞാൻ ഇങ്ങനത്തെ കുറച്ച് വേറെ ടൈപ്പ് ഇങ്ങനെ നിറ്റ് വെയർ ടൈപ്പെല്ലാം നോക്കി.
പക്ഷെ അതൊന്നും വേണ്ടാന്ന് ഉമ്മ പറഞ്ഞ്. പിന്നെ ടോപ്പും പാൻറ്റും നോക്കി, അതും വലിയ പിടിച്ചിട്ടില്ല. പിന്നെ ഉമ്മ പറഞ്ഞ് ഫ്രോക്ക് മതിയെന്ന്. പിന്നെ നമ്മൾ ഫ്രോക്കിൻ്റെ സെക്ഷനിൽ കുറച്ച് തപ്പിയിട്ടാ, അങ്ങനെ കുറച്ച് രസമുള്ള ഫ്രോക്ക് ഇതാ കണ്ടേ. പിന്നെ കുറേ ടൈപ്പ് ഫ്രോക്ക് ഉണ്ടായിരുന്നു, പക്ഷെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഇതാണ്. അപ്പോൾ അതൊന്നെടുത്തേ. ഇത് ഉമ്മാക്ക് നല്ലോണം ഇഷ്ടമായിന്, ഭയങ്കര ഇഷ്ടമായിന്. അങ്ങനെ ഒന്ന് ഇതെടുത്ത്, പിന്നെ ഇന്നും ഉള്ളതുകൊണ്ട് ഇന്നുവിൻ്റെ സൈസ് ഏകദേശം വെച്ച് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ രണ്ടാമത്തെ ആൾക്ക് വേണ്ടിയിട്ടും ഞാൻ കുറേ ഹൂഡി ടൈപ്പെല്ലാം നോക്കിയേ. അങ്ങനെ ലാസ്റ്റ് ഓക്കും ഒരു ഫ്രോക്ക് പോലത്തെ വേറൊരു ടൈപ്പ് ഡ്രസ്സ് എടുത്തേ. ഭയങ്കര രസമാണ്. നമ്മൾ ഇങ്ങനെ ഉമ്മാൻ്റെ ഒക്കെ ഷോപ്പിങ്ങിന് പോയാൽ ഈ ഡ്രസ്സ്, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഓക്കെ, ഡ്രസ്സെല്ലാം നേരെ ഉൾട്ടായിരിക്കും ഞാനും ഉമ്മയും. അങ്ങനെ ഈ ഒരു ഡ്രസ്സാണ് രണ്ടാമത്തെ ആൾക്ക് വേണ്ടിയിട്ട് എടുത്തത്. പിന്നെ ഉമ്മാക്ക് ഷാളില്ലേ അത് നോക്കിയിട്ടുണ്ടേനു. ഞാൻ ഇവിടുന്ന് കൊണ്ടു കൊടുക്കുന്ന ഷാള ഉമ്മ അധികം ഇടൽ, ഇത് നല്ലോണം തലയിൽ നിൽക്കും എന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളെ ഷോപ്പിങ്ങെല്ലാം ഏകദേശം കഴിഞ്ഞ്. പിന്നെ പിച്ചുവിനോട് എന്നാ വേണ്ടതെന്ന് ചോദിച്ചിട്ടും ഓനൊറ്റ സാധനത്തിനെ പറഞ്ഞിട്ടുള്ളൂ. ഓൻ ഈ സാധനം പറയലുള്ളൂ. ഞാൻ ഇവിടെ ഉണ്ടാകുമ്പോൾ, ഓൻ നാട്ടിലുണ്ടാകുമ്പോൾ എന്നാ കൊണ്ടുവരണ്ടേന്ന് ചോദിച്ചാൽ ഓൻ ഈ ഒരു സാധനത്തിന് മാത്രമേ പറയലുള്ളൂ. ഇതാ ഈ ഫുട്ബോളാണ്. ഓനിക്ക് ഇപ്രാവശ്യവും ഓനിവിടെ വന്നിട്ടും ഓനിക്ക് ഇത് മാത്രം മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിന്. എനിക്ക് തോന്നുന്നു ആൺകുട്ടിക്ക് പിന്നെ ഒന്നും അങ്ങനെ വേണ്ട വരൂലെന്ന് തോന്നുന്നു. പെൺകുട്ടികളാണെങ്കിൽ എന്നാലും ഈ കുഞ്ഞു ക്ലിപ്പ് അല്ലെങ്കിൽ ക്യൂട്ട് ഐറ്റംസ് എല്ലാം വാങ്ങിത്തരാൻ പറയും. പിച്ചുവിനോട് എന്ത് ചോദിച്ചാലും എനിക്ക് വേണ്ടാന്നേ പറയൂ. ഓനിക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കണമെങ്കിൽ തന്നെ ഞാൻ നിർബന്ധിക്കണം. ഓനെങ്ങനെ നോക്കുക, ഒന്നിനോടൊരു താല്പര്യമില്ല. എനിക്ക് ആൺകുട്ടി ഇല്ലാത്തതുകൊണ്ടാന്ന് എനിക്കറിയില്ല, ഒന്നിനോടൊരു താല്പര്യമില്ലാത്ത പോലെയാണ്. എനിക്കാണെങ്കിൽ ഒന്നും വേണ്ട, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. എല്ലാ ആൺകുട്ടികളും ഇങ്ങനെ തന്നെയാണെന്നൊന്നും അറിയില്ല. അങ്ങനെ ഓനൊരു ഫുട്ബോളാണ് വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ അപ്പം ഇത്രയെല്ലാം തന്നെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗിൽ എനിക്ക് ഷെയർ ആക്കാൻ. പിന്നെ വേറെ എന്നാ, പിന്നെ ഞാൻ വ്ളോഗെല്ലാം എപ്പോഴും വേഗം ഇടണമെന്ന് വിചാരിക്കും, പക്ഷേ അതിനുള്ള സമയം കിട്ടുന്നില്ല. ഇങ്ങനെ കഴിഞ്ഞ വ്ളോഗിലെ കമൻസ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. ഇൻഷാ അല്ലാ ഇന്ന് നോക്കും. ഇന്ന് ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നോക്കും. പിന്നെ നിങ്ങൾ കമൻറ്റ് ആക്കണം. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ എല്ലാത്തിനും പറ്റുന്ന പോലെ വോയിസ് റിപ്ലൈ തരാൻ വേണ്ടി നോക്കാം. ഞാൻ പറഞ്ഞിട്ടില്ലേ യൂട്യൂബിൽ മറ്റേ വോയിസ് റിപ്ലൈ കുറച്ചായി വന്നിട്ട്, പക്ഷെ ഞാൻ അധികം യൂസാക്കലില്ല. ഇൻഷാ അല്ലാ ഇനി ഞാൻ വോയിസ് റിപ്ലൈ യൂസാക്കാം. പിന്നെ ഉപ്പാക്ക് വേണ്ടിയിട്ട് ട്യൂണാണ് വാങ്ങിയിട്ടുണ്ടായിന്. മറ്റേ ടിൻ്റെ ട്യൂണയില്ലേ, അത് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പോൾ അത്രയെല്ലാം തന്നെ. പിന്നെ നോമ്പായതുകൊണ്ട് സമൂസ ഷീറ്റും ഒന്നെടുത്തിട്ടുണ്ടായിന്. പിന്നെ ഏകദേശം വെയിറ്റ് ഓക്കെ ആയിരിക്കും എന്നറിയാം, കാരണം വേറെ കുറേ സാധനങ്ങൾ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തതുണ്ടായിരുന്നു. അതുകൊണ്ട് വേറെ ഒന്നും വാങ്ങിയിട്ടില്ല. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും വാങ്ങി. അങ്ങനെ ഇവരെ നാട്ടിലേക്കുള്ള ഷോപ്പിംഗ് കഴിഞ്ഞ്. പിന്നെ വേറെ എന്നാ, പിന്നെ ഉംറക്ക് പോയി വന്നതുകൊണ്ട് കുറച്ച് ഈത്തപ്പഴവും പിന്നെ സംസം വെള്ളം പിന്നെ നമ്മളെ മുസല്ല അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാമാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. പിന്നെ എനിക്കൊരു സാധനം കാണിച്ചു തരാനുണ്ട്. ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഞാൻ കുറേ ആയി വാങ്ങി വെച്ചതിന്, നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചതിന്. പിന്നെ ഉപ്പയമ്മയും പോകുമ്പോൾ അവരിൽ കൊടുക്കാമെന്ന് വിചാരിച്ചേ. ഇതെന്താണെന്നറിയാം, ഞാൻ കുറേ മറ്റേ പാനും പോട്ടും അങ്ങനത്തെ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടില്ലേ, ഞാൻ വാങ്ങാത്തൊരു സാധനേനു ഇത് സ്പൂൺ സെറ്റാണ്. എന്താ പറയുക, ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. പിന്നെ ട്രെൻഡിയോളൊന്നും ഞാൻ ഈ സ്പൂൺ സെറ്റ് ഇതുവരെ വാങ്ങിയിട്ടില്ല. എപ്പോഴും ഇങ്ങനെ കാർട്ടിലിട്ട് വെക്കുവേ, എന്നിട്ട് വാങ്ങണോ വേണ്ടോ എന്നിങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുന്ന 2 സെറ്റാണ് ഞാൻ വാങ്ങിയത്. ആ 2 സെറ്റിൻ്റെ ഒക്കെ പിന്നെ ചെറിയ 2 സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇപ്പം തുറന്ന് നോക്കുന്നത്. ഇനി ചെറിയ എന്തോ റേറ്റേ ഉള്ളൂ, പക്ഷെങ്കിൽ ഇത് ഞാനാകെ പെട്ടുപോയിനെ. ഇതില്ലേ നമുക്ക് സ്പൂണായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ ഇളക്കാൻ ഉപയോഗിക്കൂലേ. നമുക്കിപ്പോൾ ഒരു പുഡിങ് വരെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന സ്പൂണല്ല ഇത്. പക്ഷെങ്കിൽ ജസ്റ്റ് നമുക്ക് ഒരു ചൊങ്കിന് വേണ്ടിയിട്ട്, ഒരു രസത്തിന് വേണ്ടിയിട്ട്, കോഫിയെല്ലാം ഇളക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ വെക്കാം. അതിന് മാത്രമേ പറ്റൂ. പിന്നെ ഞാനിത് റിട്ടേണൊന്നും ആക്കിയിട്ടില്ല, നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഇളക്കാനോ അല്ലെങ്കിൽ എക്സ്ട്രാ ഷുഗറെല്ലാം വെച്ചിട്ട് അങ്ങനെ ഇളക്കാൻ കൊടുക്കാനെങ്ങാനും പറ്റും. പിന്നെ ഞാനത് റിട്ടേൺ എന്തായാലും ആക്കിയിട്ടില്ല. പിന്നെ ഇത് ഞാനിവിടെ എനിക്ക് ഇവിടുന്ന് യൂസാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ സ്പൂൺ സെറ്റേന് ഗോൾഡൻ കളറാണ്. എനിക്ക് ഗോൾഡൻ കളർ സ്പൂണ് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനിപ്പോൾ തുറക്കുന്ന ഇതിനും നല്ല റേറ്റ് കുറവേനെ, ചെറിയ എന്തോ റേറ്റ് ഞങ്ങൾക്ക് കിട്ടീന്. ഇൻഷാ അല്ലാ ഇതിൻ്റെയെല്ലാം ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ
ഞാൻ കുറേ ആയില്ലേ ട്രെൻഡുകളുടെ അൺബോക്സിങ് വീഡിയോ എല്ലാം കാണിച്ചിട്ട്. പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യലുണ്ടേനു, യൂട്യൂബിൽ കാണിച്ചിട്ട് കുറേ ആയി. ഇതിലിതാ ഇത്രയും സാധനങ്ങളാണ് വരുന്നത്. ഇത് കുറച്ച് വലിയ ഇപ്പോൾ കറിയിലെല്ലാം ഇടുന്ന പോലത്തെ സ്പൂണ്, വലിയ ഫോർക്ക്, പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ യൂസാക്കുന്ന മറ്റേ സംഭവം ഇല്ലേ, കോരി പോലത്തെ സംഭവം അതെല്ലാം ഉള്ള കുറേ നല്ല രാശി അനുഭവമാണ്. ഇപ്പം മറന്നു പോകും. നല്ല ബ്രാൻഡാണ്. ഞാൻ എന്തെല്ലോ വാങ്ങിയ ബ്രാൻഡ് അത് ഇത് രണ്ടും രണ്ട് കളറാണ്, ഒന്ന് ഗോൾഡനും ഒന്ന് സിൽവറും. നല്ല പാക്കിംഗ് അല്ലേ. ഇതിലേതായിരിക്കും സിൽവർ? ഇതിൽ ഫസ്റ്റ് എനിക്ക് ഗോൾഡൻ ആവണ്ടേ, ഏതായിരിക്കും ഗോൾഡൻ? ഇത് പക്ഷെ ഇത് 30 പൈസ, ഇത് 60 പൈസ. ഗിഫ്റ്റ് പാക്കിംഗ് നല്ല ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ പാക്കിംഗ് അല്ല. ഇത് വീട്ടിൽ കൂടെ ഗിഫ്റ്റ് ഉണ്ടാവല്ലേ കിട്ടാൻ. അയ്യോ ഗോൾഡൻ അല്ല, സിൽവർ അല്ല. ഞാൻ ഇതന്നെയാ വാങ്ങിയത്, എനിക്ക് മറന്നുപോയി. റോസ് ഗോൾഡ്. ഇത് റോസ് ഗോൾഡ്, ഇത് ഗോൾഡ്. മാഷാല്ലാ എന്ത് രസമാണെന്നറിയാമോ ഈ ഒരു സെറ്റ്. ഇതില്ലേ ഞാനിത് ഇത്രയും ക്വാളിറ്റി വിചാരിച്ചിട്ടില്ല. ഭയങ്കര ക്വാളിറ്റിയുള്ള ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റാണ്. ഇങ്ങനത്തെ ആർക്കെങ്കിലും ഇപ്പോൾ വീട്ടിൽ കൂടുതലെല്ലാം ഉണ്ടാവില്ലേ, അവർക്കെല്ലാം ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഐറ്റാണ്. കാരണം ഇതങ്ങനെയും ഫസ്റ്റത്തെ ഒരു ലെയർ ഷോ ചെയ്തിട്ട് ഇപ്പം ഇങ്ങനെ ഡിസ്പ്ലേ പോലെ വെച്ചിട്ടാണ്. അടിയിൽ ബാക്കി ഫുൾ ഐറ്റംസിൻ്റെ ഒന്ന് 60 പീസും ഒന്ന് 30 പീസും ആണ് വരുന്നത്. ഭയങ്കര രസമുള്ള സ്ലീക്കായിട്ടുള്ള അടിപൊളി കട്ട്ലറി സെറ്റാണ്. നിങ്ങൾക്ക് നിങ്ങളെ പേഴ്സണൽ യൂസിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനോ നാട്ടിൽ കൊണ്ടുപോകാനോ എങ്ങനെയാലും നിങ്ങൾ എന്തായാലും വാങ്ങിക്കോ. ഇതിൻ്റെ ലിങ്കും ഞാൻ ഉണ്ടെങ്കിൽ കൊടുക്കുക. ഞാൻ വാങ്ങിയിട്ട് കുറച്ചായിട്ടാണ്, ഇതിപ്പോൾ സ്റ്റോക്കിലുണ്ടോ എന്നൊന്നും അറിയില്ല. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മേലെയുള്ള ആ ഒരു 5 ഡിസ്പ്ലേ പീസിൻ്റെയും കുറേ 6 എണ്ണം 9 എണ്ണം അങ്ങനെയെല്ലാം ഫുള്ളായിട്ട് സെറ്റായിട്ട് വരുന്നതാണ്. ഞാൻ റോസ് ഗോൾഡും വാങ്ങിന്. എനിക്ക് തന്നെ ഞാൻ ഏതാ ഓർഡർ ചെയ്തതെന്ന് ഓർമ്മയില്ല. എനിക്ക് ഇതിൻ്റെ സിൽവറും കൂടി വാങ്ങണമെന്നുണ്ട് ഇൻഷാ അല്ലാ. ഭയങ്കര അടിപൊളിയാണ്. ഇതിങ്ങനെ കണ്ടാലേ മനസ്സിലാവും ഇതിൻ്റെ ക്വാളിറ്റി. എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടാണ്. ഞാൻ ഇത് ഇൻസ്റ്റഗ്രാമിലൊന്നും ഞാൻ ഷെയർ ആക്കിയിട്ടില്ല. ഇൻഷാ അല്ലാ ഒരു വീഡിയോ ചെയ്യണം. പക്ഷേങ്കിൽ ഇതിപ്പം നാട്ടിൽ കൊണ്ടുപോയി. എൻ്റെ ഈ വിഷ്വൽസ് മാത്രമേ ഉള്ളൂ. ഞാനിതിപ്പോൾ ആലോചിക്കുന്നത് ഇപ്പം എങ്ങനെയാണ് ഇൻസ്റ്റയിൽ വീഡിയോ ഇടാമെന്ന്. കാരണം ഇൻസ്റ്റ വേറെയും യൂട്യൂബ് വേറെയല്ലേ. ഞാൻ അങ്ങനെ തന്നെ വേറെ ആയിട്ടാണ് ഷൂട്ട് ചെയ്യൽ. അപ്പോൾ ഇങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്തോ. കറാക്ക എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. ഭയങ്കര രസമുള്ള ഇതിൻ്റെ തന്നെ വേറെ ഇങ്ങനെ മിക്സഡ് കളർ ഉണ്ടാവില്ലേ, മറ്റേ റെയിൻബോ പോലത്തെ കളറുള്ള സ്പൂണെല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം ഉണ്ട്. സിൽവർ ഉണ്ട്, പിന്നെ ഒരു ആൻറ്റിക്ക് കളറുള്ള വേറെ ഒരു കളറുണ്ട്. എല്ലാം ഈ സെയിമിൻ്റെ തന്നെ കളർ ചേഞ്ചസ് കുറേ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിൽ കണ്ട ഇങ്ങനെ ഇതിൻ്റെ ഫുൾ സെറ്റ് ഉണ്ട്. പിന്നെ ഞാൻ എപ്പോഴും ഇത് അങ്ങനെ കാർട്ടിലിടും വാങ്ങൂല അങ്ങനെ റേറ്റ് കുറയട്ടെ എന്നെല്ലാം വിചാരിച്ച് കാത്തുനിന്നിട്ട് അങ്ങനെ വാങ്ങിയതേനു. അപ്പോൾ അങ്ങനെ പിന്നെ ഇനിയിപ്പം എനിക്ക് കാണിക്കാനുള്ളതില്ലേ, കുറേ മുന്നേ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചൊരു വീഡിയോന് ഞാൻ ഇങ്ങോട്ടേക്ക് റൂം മാറിയ സമയത്ത് എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കാണാൻ വന്നിട്ടുണ്ടേനു. മാഷാ അല്ലാ ഇവർ അന്നേരം ഞാനാകെ മൊത്തം കിളിപോയ അവസ്ഥയായിരുന്നു കേട്ടോ. അതിൻ്റെ കാര്യം റൂം മാറിയപാടേനു ഇങ്ങോട്ടേക്ക്. പിന്നെ എന്താ പറയുക, എനിക്ക് എന്തെല്ലോ റൂമൊന്നും സെറ്റാവായിട്ട് എനിക്ക് എന്തെല്ലോ പോലെയേനു. പക്ഷേങ്കിൽ ഇവർ വന്നതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചതാ എപ്പെങ്കിലും ഒരു പ്രാവശ്യം ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. അവർ കൊണ്ടുവന്ന സാധനങ്ങളേനെ ഇത് എനിക്ക് തോന്നുന്നു കാസർഗോഡാണ് ഇവരെ നാട്. അപ്പോൾ അവരെ നാട്ടിലെ സ്പെഷ്യൽ പിന്നെ ചക്കയെല്ലാം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. കുറേ ആയി. അപ്പോൾ എന്തായാലും ഞാനിതിപ്പെങ്കിലും ഷെയർ ആക്കണം എന്ന് എനിക്ക് തോന്നി, അതാണ് ഞാൻ ഷെയർ ആക്കിയത്. എന്തായാലും താങ്ക് യു സോ മച്ച് വന്നതിൽ. പക്ഷെ ഞങ്ങൾക്ക് അവർ വന്നേരം കരയിച്ച് അവർക്കൊന്നും കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല. എൻ്റെ റൂമൊന്നും സെറ്റാവാത്തൊരു ടൈമേനു.
അതുകൊണ്ടാണ് എന്നാലും ഹാപ്പി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രയെല്ലാം തന്നെയുള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാ ഇനിയും പുതിയ പുതിയ റെസിപ്പീസും വീഡിയോസെല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു. ബൈ.